ഹലോ ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ടോഫി കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ വർഷം. സാധാരണ കേക്ക് ഞാൻ പുറത്തുനിന്ന് മേടിക്കാറാണ് ഉള്ളത്. ഇപ്പോൾ പിന്നെ ഈ വർഷം ഞാൻ തന്നെ ഉണ്ടാക്കിയതായത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ടോഫി, അതായത് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമുക്ക് ടോഫി റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അളവിൽ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഈ നമ്മുടെ മിൽക്ക് മെയ്ഡിനെ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിസിൽ വെച്ച് അത് മൂടി കൊടുക്കുക. മൂടി കൊടുത്തതിന് ശേഷം ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 15 മിനിറ്റും കൂടെ അങ്ങനെ തന്നെ അതിനെ വേവിക്കുക. വേവിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പിന്നെ ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മിൽക്ക് മെയ്ഡിൻ്റെ കവറ് പൊട്ടിക്കാണ്ട് വേണം നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യമേ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അത് തണുത്തിരിക്കുകയും ചെയ്യും, നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കാരമലൈസ് ആയി വരുന്ന സമയത്ത് ഞാനൊരു 10 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ ആദ്യമേ തന്നെ പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യുമ്പോഴത്തേക്ക്. ആ സമയം കൊണ്ട് നമ്മുടെ ഇത് കാരമലൈസ് ആയി വരികയും ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, കാരമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഷുഗർ പൊടിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കാരമലൈസിൻ്റെ പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയാലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ടോഫി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ അളവിൽ ടോഫിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വരുമ്പോഴത്തേക്ക് 1/2 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലൊഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ കാരമലൈസ് ചെയ്ത എല്ലാം ഇങ്ങനെ കട്ട കെട്ടി വരും. അപ്പോൾ അത് കാണുമ്പോൾ ടെൻഷനൊന്നും വേണ്ട, അത് മെൽറ്റായി വന്നോളും. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, അതെല്ലാം മെൽറ്റായി കിട്ടിക്കോളും. ആ ചൂടടിക്കുമ്പോഴത്തേക്ക് വീണ്ടും പഞ്ചസാര മെൽറ്റായിക്കോളും. അപ്പോൾ നമ്മുടെ ആ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് നല്ലതുപോലെ തണുത്ത് കിട്ടണം. പിന്നെ ഇത് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും, അതായത് 250 ml ഗ്ലാസ്സിൽ കപ്പിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ബാക്കി ഇത് നേക്കർക്ക് ഞാൻ നമ്മുടെ മൈദയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ലതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ് കേട്ടോ ഈ മിക്സ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ 3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ഞാൻ പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും നനവ് പാടില്ല. നനവ് ഉണ്ടായിരുന്നാൽ നമ്മുടെ കേക്കൊന്നും കറക്റ്റ് ഇതായിട്ട് കിട്ടുകയില്ല കേട്ടോ. എടുക്കുന്ന പാത്രവും സ്പൂണും ഒന്നിലും വെള്ളം അല്പം പോലും പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ മുട്ടയെല്ലാം ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും പിന്നെ നമ്മൾ പഞ്ചസാര കുറച്ചായിട്ട്, അതായത് ബീറ്റ് ചെയ്ത് ഇത് ബീറ്റായി വരുമ്പോഴത്തേക്ക് കുറച്ചായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അത് ബീറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ സോസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് ലോ സ്പീഡിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് ഈ ബീറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ, അതുകൊണ്ടിട്ടാണ് അതൊന്നും കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ അത് ബീറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. കുത്തി ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, അതായത് കേക്ക് ഇതായി പോകും. അതുകൊണ്ടിട്ട് നമ്മൾ വെറുതെ കുത്തി ഇളക്കാണ്ട് വളരെ സ്ലോയിൽ തന്നെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക.
അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മളത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ നമ്മുടെ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തു, ബട്ടർ പേപ്പർ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ഈ മിക്സ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ ഓവൻ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ സെറ്റപ്പ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി അതിൻ്റെ എയർ ബബിൾസ് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ അകത്തുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ പാനിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇതിനെ ഇറക്കി വെച്ച് കൊടുക്കുക. നമ്മുടെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ ആയി കിട്ടി. കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടണം. കേക്ക് തണുക്കുന്ന സമയത്ത് ഞാനൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയതാട്ടോ. ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ ടോഫിയുടെ ബാക്കി ഉണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂൺ എടുത്തതിന് ശേഷം ബാക്കി ടോഫി ഉണ്ടായി അത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ മിക്സിയിൽ ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് അതിനെ നമ്മളൊരു 3 പോർഷനായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പോർഷൻ്റെ അകത്ത് ഈ സോസിൻ്റെ അകത്തുനിന്ന് ഒരു പോർഷൻ്റെ അകത്ത് നല്ല ഒരു 1/2 കപ്പ് അളവിൽ നല്ല ചൂടോടുകൂടി നല്ല തിളച്ച പാല് തന്നെ ഒഴിച്ച് മിക്സാക്കി എടുക്കാം. അതാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സിറപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പോർഷനിൽ നമുക്ക് ബദാം അല്ലെങ്കിൽ കാഷ്യൂനട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് മിക്സാക്കി കൊടുത്ത് അതാണ് ഒരു പോർഷനിൽ വരുന്നത്. ബാക്കി വരുന്ന ഇതാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം ഉപയോഗിച്ച് ക്രഷ് ചെയ്തിട്ട് അത് ഈ സോസിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തതാണ് അത്. പിന്നെ ലാസ്റ്റ് ബാക്കി വരുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, സോസിൻ്റെ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ആ സോസ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ സാവകാശം കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പതിയെ പതിയെ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ പക്ഷേ ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നൂല് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഇതായിട്ട് ഇങ്ങനെയാണ് പറ്റുന്നത്. ഇപ്പം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സിറപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പാണ്. ആ സിറപ്പ് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ ലെയറിലായിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു. ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഏറ്റവും താഴത്ത്, നമ്മൾ കേക്കിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന പോർഷനാണ് നമ്മൾ ഏറ്റവും താഴത്ത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ സോസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് സോക്കായി വരുന്ന രീതിയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഈ സോസ് ആയി കിട്ടണം. അപ്പോൾ സിറപ്പ് എല്ലായിടത്തും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, വിപ്പിംഗ് ക്രീമും നമ്മുടെ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതിങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബദാമും നമ്മുടെ സോസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കേക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കഴിക്കാനായിട്ട് കിട്ടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണത്.
അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ബദാമോ അല്ലെങ്കിൽ കാഷ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സാവകാശം വെച്ച് കൊടുക്കുക. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ സിറപ്പ്. ചൂടുപാലും മറ്റേ ക്രീം സോസില്ലേ അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ സിറപ്പ്. അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലായിടത്തും ആ സോസ് ആകത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെയൊക്കെ തന്നെ മറ്റേ ബദാമിൻ്റെ ഇത് ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന പോർഷനാണ് നമ്മുടെ ഈ ഏറ്റവും മേളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ആ സിറപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കാത്തതുകൊണ്ട് അതിൻ്റെ ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. വല്ലപ്പോഴും ഒരിക്കലേ വീട്ടിലുണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ഓക്കെയാണ്, വളരെ ടേസ്റ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ അതിൻ്റെ ഷേപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തെങ്കിലേ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.